സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളെ തുടർന്ന് കോൺഗ്രസിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് തുടരുന്നു. അടാട്ട് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് വി.ജി. ഹരീഷ് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് ബിജെപിയിൽ ചേർന്നു. ബിജെപി ഓഫീസിൽ നടന്ന ചടങ്ങിൽ നോർത്ത് ജില്ലാ പ്രസിഡന്റ് നിവേദിത സുബ്രഹ്മണ്യൻ ഹരീഷിന് പാർട്ടി അംഗത്വം നൽകി സ്വീകരിച്ചു. പഞ്ചായത്തിലെ 14-ാം വാർഡിൽ DCC പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ മാറ്റി അനിൽ അക്കര പണം വാങ്ങി സ്ഥാനാർത്ഥിയെ നിർത്തിയെന്നും ഇതിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്നും ഹരീഷ് പറഞ്ഞു. അടാട്ട് പഞ്ചായത്തിൽ ഇപ്പോൾ 20 വാർഡായിട്ടുണ്ട്. പുതിയ ഇതനുസരിച്ച് 20 വാർഡാണ്. അതിൽ പല സ്ഥലങ്ങളിലും ഈ പറഞ്ഞ മുൻ MLA അനിലക്കര അദ്ദേഹത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെതായ കുറെ സ്ഥാനാർത്ഥികൾ നിർത്തുകയാണ്. സത്യം പറഞ്ഞ പൈസ വാങ്ങിക്കൊണ്ട് തന്നെ സ്ഥാനാർത്ഥികൾ നിർത്തുന്ന ഒരു അവസ്ഥയാണ് അടാട്ട് പഞ്ചായത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ അനിലക്കര, കാരണം എൻ്റെ വാർഡിൽ 14-ാം വാർഡാണ് എൻ്റെ വാർഡിൽ DCC പ്രഖ്യാപിച്ച ഒരു വനിതയെ അദ്ദേഹത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് മാറിയതും. പലതരത്തിലുള്ള സെറ്റിൽമെന്റ് രാഷ്ട്രീയമാണ് അടാട്ട് പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അനിൽ അക്കരയുടേത് സെറ്റിൽമെന്റ് രാഷ്ട്രീയമാണെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് B. ഗോപാലകൃഷ്ണൻ ആരോപിച്ചു. CPM-മായി അന്തർധാര നടക്കുന്നുണ്ടെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു. കളവും ചതിയും ഒറ്റിക്കൊടക്കലും സെറ്റിൽമെന്റും മാത്രം നടത്തുന്ന സെറ്റിൽമാൻ ഇതുവരെ അറിയപ്പെട്ടിരുന്നത് അനിൽ അക്കര എന്നാണെങ്കിൽ അനിൽ അക്കരയെ ഇനി മുതൽ ബ്രൈബ് സെറ്റിൽമാൻ അക്കര എന്ന് അറിയപ്പെടും എന്ന രീതിയിൽ സെറ്റിൽമെന്റ് നടത്തി പണമുണ്ടാക്കി DCC നിശ്ചയിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ സമീപനം പഞ്ചായത്തിലും മണ്ഡലങ്ങളിലും സ്വീകരിക്കുന്നതിനെതിരെ രോഷം പൂണ്ട് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക്, പാർട്ടി പ്രവർത്തനത്തിലേക്ക് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് അടാട്ടിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ ഹരീഷ് അദ്ദേഹം ഇന്ന് BJPയിൽ അംഗത്വമെടുക്കുന്നു. BJPയിൽ അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ്. ചടങ്ങിൽ BJP നോർത്ത് ജില്ലയിൽ ഉൾപ്പെടുന്ന ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ നോർത്ത് ജില്ലാ പ്രസിഡന്റ് നിവേദിത സുബ്രഹ്മണ്യൻ പ്രഖ്യാപിച്ചു. TCV ന്യൂസ്, തൃശൂർ.